ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ദേവയാനിയാണെങ്കിൽ ആകെ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുക. എടാ, നീ എന്തുകൊണ്ടാടാ ഈ ഒരു കാര്യം മറച്ചു വെച്ചത്? അങ്ങനെ നിനക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ എന്തിനാടാ നീ നയനമോളെ ചതിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മ, അങ്ങനെയല്ല, നയന പറഞ്ഞതല്ല സത്യം. എന്തായാലും എൻ്റെ മോള് കള്ളം പറയില്ല. എനിക്കറിയാം നീ ചതിയനാ, ചതിയൻ, കൊടും ചതിയൻ എന്നും പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെ കാരണത്തിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നത് കണ്ടുകൊണ്ട് വന്ന നയന, അമ്മേ എന്താ ഈ കാണിക്കുന്നത്? ഇവനെ തല്ലുകയല്ല മോളെ, കൊല്ലുക വേണ്ടത്. എൻ്റെ മോളെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ മോൾക്ക് ഇവനെ അങ്ങോട്ട് തല്ലി കൊല്ലായിരുന്നില്ലേ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അത് ചെയ്യാം. ഇവനെ പ്രസവിച്ച പാപത്തിന് ഞാൻ തന്നെ ഇവനെ കൊന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുക. അമ്മേ വിടമ്മേ, അതൊന്നും അല്ല സംഭവിച്ചത്. എന്താണെന്നുള്ള സത്യം അമ്മയ്ക്ക് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അത് കേട്ടതും, വേണ്ട മോളെ, എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. ഇവൻ എന്താ പറയുന്നതെന്നും ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം. ഇവൻ ചതിയന. എടാ ദുഷ്ട, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന അച്ഛൻ പോലും നിൻ്റെ കാര്യത്തിൽ കള്ളം പറഞ്ഞു. അങ്ങേരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കൊച്ചുമോനാണല്ലോ നീ. അപ്പം നീ തെറ്റ് ചെയ്തപ്പോൾ അങ്ങേര് കണ്ണടച്ചു. അതാണല്ലേ സംഭവിച്ചത്. അമ്മയല്ല, എല്ലാവരും പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ ഇവിടെ മറ്റു പലതും സംഭവിക്കുന്നുണ്ട് അമ്മേ. എന്താണെന്ന് അമ്മയ്ക്കെല്ലാം പിന്നീട് മനസ്സിലാവും. വേണ്ട, എന്നോട് നീ ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. നീ ചതിയന. എൻ്റെ മോള് എനിക്ക് കരൾ തന്നതാ. അങ്ങനെയുള്ള അവളെ ഹൃദയം കൊടുത്താൽ നീ സ്നേഹിക്കേണ്ടത്. അങ്ങനെയുള്ള എൻ്റെ മോളെ നീ ചതിച്ചല്ലോടാ. അമ്മ കാര്യം മനസ്സിലാക്കാതെ ആദർശേട്ടൻ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. ഇനി എന്ത് മനസ്സിലാക്കാനാ മോളെ ഞാൻ? എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത്രയും നാളും മോളെ ഇവൻ വെറുത്തതും ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാൻ പറഞ്ഞപ്പോൾ കാണാതിരുന്നതും ഒക്കെ ഇതുകൊണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇവനൊരു കുഞ്ഞുണ്ടായിരുന്നു. ഏത് ബന്ധത്തിലാണ് ഇവന് കുഞ്ഞുണ്ടായതെന്ന് എനിക്കറിയില്ല. ഇത്രയും നാളും ചന്തുമോൾ എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. ചന്തുമോളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇനി അത് നടക്കില്ല. ഇനി ആ കൊച്ചിനോട് എത്രത്തോളം വെറുപ്പ് എനിക്ക് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം വെറുപ്പ് ഞാൻ കാണിക്കും. എനിക്കിനി അതിനെ സ്നേഹിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ദേഷ്യ, അത്രയ്ക്ക് സങ്കടം. നിന്നോടും അത് തന്നെയാടാ. എനിക്ക് ഈ ജന്മത്തിൽ നിന്നോടുള്ള ദേഷ്യവും പകയും തീരില്ലടാ. നീ ഇനി എൻ്റെ മോനെ അല്ല, എന്നെ ഇനി നീ അമ്മയെന്ന് വിളിക്കുകയും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ അമ്മേ ഞാൻ പറയുന്നൊന്ന് കേൾക്കമ്മേ. വേണ്ട, നീ ഒരക്ഷരം പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി പോകുന്ന സമയത്ത് ചന്തുമോളെ ഒന്ന് തുറിച്ചു നോക്കി. അപ്പോൾ ചന്തുമോള് പേടിച്ച് വിറച്ച് കരഞ്ഞോ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ ചന്തുമോളൊന്ന് സമാധാനിപ്പിക്കുക പോലും ചെയ്യാതെ ദേവയാനി നേരെ അങ്ങ് പോവുക. ദേവയാനി പോയി കഴിഞ്ഞതും നയന, ആദർശേട്ടാ അമ്മ ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ. സാരമില്ല നയനെ, എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അമ്മയ്ക്ക് എന്നെ മനസ്സിലായിക്കോളും. എന്നാലും എന്തൊരു വലിയ കുരുക്കില്ല ആദർശേട്ടൻ വന്ന് വീണിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെയും ടെൻഷൻ. നീ എന്നെ മനസ്സിലാക്കി. നീ മനസ്സിലാക്കിയതുപോലെ എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്തൊരു കഷ്ടം എനിക്ക്, എന്തൊരു കഷ്ടകാലം എൻ്റെ കാര്യം. അത് കേട്ടതും നയനയ്ക്കും ഭയങ്കര സങ്കടമായി. ഈ സമയം ചന്തുമോളെയും കൂട്ടി നമ്മുടെ നയന അങ്ങോട്ട് പോവുകയാണ്. ഇതേ സമയം ആദർശാണെങ്കിൽ വിഷമിച്ച് റൂമിലേക്കും പോയി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അബിയാണ്. അബി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും വരുന്നു നമ്മുടെ ജലജ. എടാ മോനെ, എന്തായാലും ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് നീ എന്താടാ എന്നോടൊന്നും പറയാതിരുന്നത്? എൻ്റെ അമ്മേ, അതൊക്കെ പറയാനുള്ള സമയമുണ്ടല്ലോ. സമയമായിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നത്. എന്നാലും അനന്തമൂർത്തിയുടെ കൊച്ചുമകനാണ് ആദർശ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അവൻ വളർന്നത്. എന്നിട്ടും ഈ വീട്ടിൽ എല്ലാവരെക്കാളും ഒരു പ്രാധാന്യം അവനെല്ലാവരും കൊടുത്തു. എന്നിട്ടും അതാരും ഇതാക്കിയില്ല. പക്ഷേ എൻ്റെ മോനെ തള്ളി പറഞ്ഞുകൊണ്ട്, നിന്നെ വഴിവിട്ട ബന്ധമുള്ളവനാക്കിക്കൊണ്ട്, നിന്നെ ചീത്തപ്പേര് മുഴുവനും കേൾപ്പിച്ചുകൊണ്ട്, നിന്നെ പെരുങ്കള്ളനാക്കിക്കൊണ്ട് അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത്. എന്നാൽ ഇപ്പോൾ അയാൾ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ സൈലൻ്റായിട്ടൊരു മൂലക്ക് മാറിയിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണല്ലേ? എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. എനിക്കിത് സന്തോഷിക്കാനുള്ള വകയാണ്. എടാ, ഇത്രയൊക്കെ നടന്നിട്ട് നീ എന്താടാ എന്നോട് അന്നേരം പറയാതിരുന്നേ? എൻ്റെ അമ്മേ, ഞാനിതെടുത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് കുറച്ച് പൈസ സമ്പാദിക്കാമെന്ന് കരുതിയതുകൊണ്ട് അങ്ങനെ പറയാതിരുന്നേ. അത് കേട്ടതും, എന്ത് പൈസ അമ്മേ? ഈ കാര്യം പറഞ്ഞ് ഞാൻ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലേ നമ്മുടെ കാര്യം നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നവ്യയെ കുറച്ചൊക്കെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നത്. കാരണം അയാളുടെ കുടുംബജീവിതം തകരുന്നത് കാണാൻ എനിക്ക് സന്തോഷം അമ്മേ. അത് ശരിയാ, ആ നയനയും നവ്യയും ഒരേപോലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. അവരൊക്കെ അധികം വൈകാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അമ്മ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. എന്തായാലും അവനിങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തൊരു വീരവാദമായിരുന്നു കൊച്ചുമകനെ പറ്റി.
എല്ലാം അവന്. എന്നിട്ടും നിന്നെ ഇവിടെ ദത്തെടുത്തവൻ അവളുടെ മകളെന്നും പറഞ്ഞ് എത്ര പേരെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പം ആ ദേവയാനിക്ക് ഒന്നും പറയാനില്ല. ആരുടെയും മുഖത്ത് ചന്തുമോള് ആ സാധനത്തിന് എല്ലാവരും തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ ആ ചന്തുമോളെ എല്ലാവരും വെറുക്കും. ഇത്രയും നാളും തലയിൽ വെച്ചുകൊണ്ട് നടന്ന ഏട്ടത്തി പോലും അവളെ ഇനി തിരിഞ്ഞു പോലും നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാ അഹങ്കാരവും അങ്ങ് അവസാനിച്ചോളും. അമ്മേ ഇപ്പോഴും മുത്തശ്ശന അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ആദർശേട്ടനെ. അത് കേട്ടതും അതല്ലേലും അങ്ങനെയല്ല മോനെ ചെയ്യൂ, അയാളുടെ പ്രിയപ്പെട്ട കൊച്ചുമോനല്ലേ. പക്ഷെ ആ ഏട്ടത്തി എന്ന് പറയുന്നവരുടെ എല്ലാ കൊമ്പും ഒടിഞ്ഞിട്ടുണ്ടാവും. ഇതോടെ അവരുടെ എല്ലാ വിഷമവും എനിക്ക് കാണാൻ പറ്റും. അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അത് മാത്രമല്ലമ്മേ, ആ നയനയുടെ അമ്മയെയും ഒരു പാഠം പഠിപ്പിക്കണം. എന്നാലും ആ നയന ഇതൊക്കെ കേട്ടിട്ട് എല്ലാം സഹിച്ചല്ലോടാ. അതെങ്ങനെ സഹിക്കാതിരിക്കും? അതെ, അവളിവിടെ നിന്നും പോയി അവൾക്ക് പിന്നെ കാലണയുടെ വകയുണ്ടാവില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് അവളെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. അല്ലെങ്കിലും അവൾക്ക് മനസ്സിൽ സങ്കടമൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്യാനാ, ഏതൊരു ഭർത്താവ് തെറ്റ് ചെയ്താലും പല പെണ്ണുങ്ങളും സഹിക്കും. പക്ഷെ വേറൊരു പെണ്ണുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഒരു ഭാര്യമാർക്കും സഹിക്കാൻ കഴിയില്ലമ്മേ. അത് തന്നെ ഇവിടെ സംഭവിച്ചത്. പക്ഷെ അവളുടെ നിലനിൽപ്പിന് വേണ്ടി അവളെല്ലാം സഹിച്ചു എന്നുള്ളതാണ് സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ മാബി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അമ്മേ ഒരു കാര്യം, ഇത് മറ്റാരും അറിഞ്ഞിട്ടില്ല, നവ്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി മോനെ, അവളോട് പറയണം. അത് മാത്രമല്ല, ആ കനകയുണ്ടല്ലോ, അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. അവളുടെ അഹങ്കാരം അങ്ങ് അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിച്ച് കഴിഞ്ഞാലേ എനിക്കിത്തിരി ആശ്വാസവും. അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചവളാണ് കനക. ആ കനകയുടെ എല്ലാ കാര്യവും എനിക്ക് സന്തോഷമായി മോനെ, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര സന്തോഷിക്കുക. ഈ സമയം പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ദേവയാനി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അച്ഛ എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുക. എന്താ മോളെ? എന്നാലും അച്ഛൻ ഇത്രയ്ക്ക് കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും നാളും ഞാൻ കരുതിയത് ചന്തുമോളെ അച്ഛൻ സ്നേഹമുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതെന്ന്, അച്ഛൻ്റെ നല്ല മനസ്സുകൊണ്ട് അനാഥയായിട്ടും ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. ജലജയെ പോലെ ആ കുട്ടി ഇവിടെ വളരുമെന്ന് ഞാൻ കരുതി. പക്ഷേ എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു എല്ലാം അച്ഛ. എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അച്ഛ. മോളെ ദേവയാനി, നീ എന്തൊക്കെയായി പറയുന്നേ? അമ്മയ്ക്കറിയോ അച്ഛനെ ചന്തുമോൾ ഈ വീട്ടിലെ കുഞ്ഞാണെന്ന് പറഞ്ഞില്ലേ? അതെ, അവൾ ഈ വീട്ടിലെ കുഞ്ഞ് തന്നെയാണ്. ആരുടെ കുഞ്ഞ്? അഭിയുടെയാണോ? അവൻ്റെ ആയിരുന്നെങ്കിൽ കൂടെ എനിക്ക് ഇത്രയ്ക്ക് ഷോക്കാകില്ലായിരുന്നു. ആ കുഞ്ഞ് ആദർശിൻ്റെ കുഞ്ഞമ്മ എന്നും പറയുക. അത് കേട്ടതും ആദർശിൻ്റെ കുഞ്ഞോ? എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നേ? ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? എന്താ ഇദ്ദേഹം ഒന്നും മിണ്ടാത്തത് എന്നും മുത്തശ്ശി ചോദിക്കുക. അത് കേട്ടതും അതിലൊരു സത്യമില്ല വസുന്ധരെ. വേണ്ട അച്ഛാ, അച്ഛൻ ഇനിയും കള്ളം പറയണ്ട. ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛനെ എന്തിനെങ്ങനെ കള്ളം പറയുന്നേ? ഉള്ള സത്യം അങ്ങ് പറഞ്ഞാൽ പോരെ? വേണ്ടച്ച, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ദേവയാനി മൂർത്തി മുത്തശ്ശന് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടി സംസാരിക്കുക. എന്നാലും അവൻ ഈ ചെയ്ത തെറ്റ് എനിക്ക് ഈ ജന്മത്ത് പൊറുക്കാൻ കഴിയില്ല. മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ഒന്നും സംഭവിച്ചിട്ടില്ല. സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. വേണ്ട, എന്നോട് ആരും ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലാവും. ഇത്രയും നാളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാൻ പറഞ്ഞിട്ട് അവൻ പോകാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴല്ലേ മനസ്സിലായത്. അവനൊരു കാര്യം ഉണ്ടായിരുന്നു, നയനമോളുടെ വിശ്വാസം നേടിയെടുക്കണം. അതവൻ നേടിയെടുത്തു. പക്ഷെ ഒരിക്കലും എൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ അവന് കഴിയില്ല. ഞാനതിന് സമ്മതിക്കത്തുമില്ല. ഒന്നോർത്തോ അച്ഛാ, എന്തൊക്കെ പറഞ്ഞാലും ആദർശിൻ്റെ കുഞ്ഞാണതെങ്കിൽ, മറ്റൊരുവളിൽ അവനുണ്ടായ മകളാണതെങ്കിൽ അവളോട് ഇനി വെറുപ്പ് കൂടത്തേ ഉള്ളൂ. എൻ്റെ നയനമോളെ ചതിച്ച് അവനോട് എനിക്കിനി ദേഷ്യം കൂടത്തേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പോൾ വസുന്ധരാമ്മ ചോദിക്കുക, എന്താ ഇത്? ഞാൻ എന്തായി കേൾക്കണേ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. എൻ്റെ ഈശ്വര, എന്തൊക്കെയാണ് നടക്കുന്ന ഈ കുടുംബത്തിൽ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ ഇതിങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ. ഈശ്വര, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നയനമോള് മോനെ വിശ്വസിച്ചു. നയനമോക്കെല്ലാം മനസ്സിലാവും. പക്ഷേ അവനെ നൊന്ത് പ്രസവിച്ച് അവൻ്റെ അമ്മ തന്നെ അവനെ സംശയിക്കുമ്പോൾ അവൻ ഇതിനേക്കാൾ കൂടുതൽ വലിയ സങ്കടം വേറെ ഒന്നും ഉണ്ടാവില്ല വസുന്ധരെ. എന്തായാലും ദേവയാനിയെപ്പോലെ തനിക്കും എന്നാ വിശ്വാസമുണ്ടോ? അത് കേട്ടതും അയ്യോ, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ താൻ വിശ്വസിക്കണം. ഇത് ആദർശിൻ്റെ മോളല്ല. ഇവിടെ പല കളികളും നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഇറങ്ങാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കണ്ടല്ലോ എന്നോർത്തിട്ടാ.
അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിനെ അന്വേഷിച്ച് കണ്ടെത്തി കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിച്ച് തന്നെ. ഇവിടെ വഴിവിട്ട ബന്ധങ്ങളുള്ളത് അബിക്ക് മാത്രമാണ്. ആ കുഞ്ഞ് ഈ വീട്ടിലെ കുഞ്ഞ് തന്നെയാണ്, അത് ഉറപ്പാണ്. പക്ഷെ അത് ആദർശിൻ്റെ അല്ലമ്മ, ആദർശിൻ്റെ അല്ല വസുന്ധരെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനാകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്തുമോളെയാണ്. ചന്തുമോളാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. നയനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. മോള് കരയല്ലേ മോളെ, എന്തിനാ കര? അപ്പോഴേക്കും ആദർശ് വന്നു. ദേ ആദർശേട്ടാ, കുഞ്ഞിന് നല്ല സങ്കടമായി. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് സങ്കടമായെന്ന് തോന്നുന്നു. അവൾക്ക് അവളുടെ അമ്മേനെ കാണണമെന്നാണ് പറയുന്നത്. അതിനെന്താ, കൊണ്ടേ കാണിച്ചേരെ, പറ്റുമെങ്കിൽ അവിടെ നിർത്തിയിട്ട് പോന്നാലും കുഴപ്പമൊന്നുമില്ല. അവിടെ നോക്കാൻ ആളുണ്ടല്ലോ, ഏത് നേരം അമ്മയുടെ അടുത്ത് ഇരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ആദർശ് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. ഈശ്വര, എല്ലാവരും കുഞ്ഞിനെ ഒറ്റപ്പെടുത്തുവാണല്ലോ. മോള് വിഷമിക്കണ്ട കേട്ടോ. ദേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ നയനാമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും മോളെ ഇവിടുന്ന് എവിടേക്കും വിടില്ല. മുത്തശ്ശനും മുത്തശ്ശിയും പറയാതെ മോളെ ഇവിടുന്ന് എവിടേക്ക് കൊണ്ടുപോകത്തുമില്ല. മോൾ ആരെയും പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. അപ്പോൾ ചന്തുമോൾ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം ആൻറ്റി എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. ഈ കുഞ്ഞിനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? ഈ കുഞ്ഞു മനസ്സ് ആകെ സങ്കടപ്പെടുത്തി അബി. ഈ അബിയുടെ ഒരു കാര്യം, അവനെപ്പോലെ ഒരു ലോക ക്രിമിനൽ ഈ ലോകത്ത് വേറെ ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ്. കനകയും ഗോവിന്ദനും ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ പ്രതിമയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും അബി എത്തി. അബി വന്നതും, ആഹാ മോനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് നവ്യമോളിപ്പോൾ പരാതി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വരാമേ, എന്തായാലും തിരക്കുള്ളതുകൊണ്ട് ഇത്തിരി വൈകിയെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ല മോനെ, ആദർശ് മോൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? അല്ല, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചതിൽ ആദർശ് മോന് വലിയ സങ്കടം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഏയ്, അങ്ങനെയൊന്നുമില്ലല്ലോ അമ്മേ. പിന്നെ എന്താ ആദർശ് മോനൊരു സങ്കടം? അത് കേട്ടതും, അത് വല്ല മെൻ്റലി പ്രോബ്ലം ആയിരിക്കും. എന്തായാലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആദർശമായിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ വേറെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു പരിഹാരം കണ്ടുകൊണ്ടിരിക്കുക ആദർശമായിട്ട്. അത് കേട്ടതും, എന്താ മോനെ, മോൾക്ക് വിശേഷമുണ്ടോ? അത് കേട്ടതും, എന്താ കനക ഇത്, എന്ത് ചോദ്യം നീ ചോദിക്കുന്നേ? മോൾക്ക് വിശേഷം ഉണ്ടെങ്കിൽ അവൾ ആദ്യം അത് തന്നെയല്ലേ വിളിച്ച് പറയും. അത് ശരിയാണല്ലോ. പിന്നെ എന്താ, എന്ത് വിശേഷമാണ്? അതൊക്കെ ഞാൻ പറയാം, പിന്നീട് പറയാം, ഇപ്പോൾ ഒന്നും പറയാം, ഞാൻ നബിയെ കണ്ടിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അബി അകത്തേക്ക് പോവുക. ഈ സമയം എന്നാലും ഗോവിന്ദേട്ടാ, എന്തായിരിക്കും മോൻ പറയാൻ വന്നത്? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊക്കെയോ അവൻ്റെ മനസ്സിലുണ്ട്. ആദർശ് മോനെ പറ്റിയുള്ള ചില വിഷയങ്ങളൊക്കെ അവനിങ്ങനെ ഒതുക്കിക്കൊണ്ട് നടക്കുക. എന്താണെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഗോവിന്ദും കനക ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നവ്യാണ്. നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക നമ്മുടെ അബി. എടാ മോനെ, ദേ നിന്നെ തൊട്ടിലാട്ടം നിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാ. നീ എന്താടാ ഇന്ന് വരാൻ വൈകിയേ? എൻ്റെ നവ്യേ, എനിക്ക് പണിയുണ്ടല്ലോ, നിൻ്റെ അടുത്തേക്ക് എന്നെ ഏത് നേരം വന്നാൽ പോരാ, അതുകൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത്. അതൊക്കെ എനിക്കറിയാം, സാരമില്ല. അല്ലടാ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീട്ടിൽ പ്രശ്നം തന്നെയാണല്ലോ എൻ്റെ നവ്യേ. ആകെ മൊത്തത്തിൽ നിൻ്റെ ചേച്ചിയുടെ കാര്യം, നിൻ്റെ അനിയത്തിയുടെ കാര്യം പോക്കാ. എന്തൊക്കെയാ അബി നീ പറയുന്നത്? അതെ, നിൻ്റെ അനിയത്തിയുടെ കാര്യം പോക്ക. പാവം, അവരിതൊക്കെ എങ്ങനെ സഹിക്കുന്നെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. എന്താ നീ ഉദ്ദേശിച്ചത്? അവരാകെ സങ്കടത്തിലായിരിക്കും, പക്ഷെ അത് പുറത്ത് കാണിക്കാതെ നടക്കുക. എന്ത് സങ്കടം? നീ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അബി. ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഉണ്ടെന്ന് പറഞ്ഞു. മോളെ, ആനന്ദപുരിയിലെ കൊച്ചുമോള് തന്നെയാ. ആരുടെ കൊച്ചുമോള്? മൂർത്തി മുത്തശ്ശൻ്റെ. അല്ല, അങ്ങനെയാണെങ്കിൽ ആദർശേട്ടനോ അബിയോ അനിയോ ആയിരിക്കുമല്ലോ പ്രതി. അപ്പം നിൻ്റെ കുഞ്ഞാണോ അത്? എൻ്റെ നവ്യേ, നീ വെറുതെ അനാവശ്യം പറയരുത്. അത് എൻ്റെ കുഞ്ഞൊന്നും അല്ല. പിന്നെ ആരുടെ കുഞ്ഞാ? എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് ആദർശേട്ടൻ്റെ കുഞ്ഞാ. ദേ അബി, വെറുതെ അനാവശ്യം പറയരുത്. ആദർശേട്ടനെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. ഇതെങ്ങനെ നയനെ അറിഞ്ഞാൽ സഹിക്കില്ല. എൻ്റെ നവ്യ അവർക്കിതറിയാം. എല്ലാം അറിഞ്ഞിട്ട് അവരെല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നടക്കുക. അത് കേട്ടതും, ഈശ്വര, അയാൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നോ? അതെ, കല്യാണത്തിന് മുമ്പ് അയാൾക്ക് വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധത്തിൽ ജനിച്ച കുഞ്ഞാണ് ചന്തുമോള്. അതിനുശേഷം അയാൾ അവളെ തേച്ചിട്ട് നയനയും തേച്ചു. നയനയെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ സത്യങ്ങളൊക്കെ അവൾ നയനയോട് തുറന്നു പറഞ്ഞെന്നാണ് തോന്നുന്നത്. എന്തായാലും നയനയുടെ കാര്യം വലിയ കഷ്ടമാണ്. എന്നാലും അയാൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നു അബി. പിന്നെ അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നീ. ഇങ്ങനെയാണെങ്കിൽ ഈ ചതി നിനക്കല്ലേ പറ്റേണ്ടത്? നിന്നെ ആയിരുന്നില്ല അയാൾ തേക്കേണ്ടിരുന്നത്. അതെ, അത് ശരിയാ. അയാൾ എന്നെയല്ലേ കല്യാണം കഴിക്കാനിരുന്നേ. ഇനി നീ പറ, ഇങ്ങനെയുള്ളപ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നതും നിന്നെ പ്രേമിച്ചതൊക്കെ നന്നായെന്ന് നിനക്ക് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട് അബി. അന്നൊക്കെ നീ ഒരു ദുഷ്ടനാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് നിന്നോട് ഒരുപാട് ദേഷ്യം തോന്നി. നിന്നെ കൊല്ലാനുള്ള ദേഷ്യം വരെ ഉണ്ടായിരുന്നു.
പക്ഷേ ഇപ്പം സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക. എന്നാലും എനിക്കാകെ സങ്കടമുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അയാൾ. എൻ്റെ അനിയത്തിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവളായതുകൊണ്ട് എല്ലാം സഹിച്ച് ക്ഷമിച്ച് അവിടെ നിൽക്കുന്നു. ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അയാൾ ഇട്ടേച്ചിങ്ങ് പോന്നാന്നെ. ഇപ്പം വലിയമ്മ അമ്മായി ആകെ കലിപ്പില്ല. ആ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പം ഭയങ്കര ദേഷ്യവും. എന്നാലും ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ അബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.